നമസ്കാരം. ചില സിനിമകൾ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധം തോന്നും. എനിക്കങ്ങനെ റീസെൻ്റ്ലി തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് പടക്കളം. പടക്കളം ഇന്നലെയാണ് കണ്ടത്, OTT റിലീസിന് ശേഷം. കിടിലം പടം, കിടിലം പ്ലോട്ട്, കിടിലം പെർഫോമൻസ്, ഗംഭീര പടം. കാരണം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ജോണറിൽ വരുന്ന സിനിമകൾ അധികം ഉണ്ടാവാറില്ല. ഒരു സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി എലമെൻ്റുള്ളൊരു പടം. അപ്പോൾ അത്തരം സിനിമകൾ മലയാളത്തിൽ വല്ലപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പടക്കളം അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫ്രൈഡേ ഫിലിം ഹൗസാണ്. അറിയാമല്ലോ, അവർ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളൊക്കെ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഇപ്പോൾ വാലാട്ടി, അതുപോലെ മങ്കീപ്പൻ, ഇതൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസാണ്. അതുപോലെ പുതിയ സംവിധായകരെ ബാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പുതിയ അഭിനേതാക്കളെ കൂടുതൽ ബാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് മനു സ്വരാജാണ്. മനു സ്വരാജിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് ഇത്രയും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മനു ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഹാഫൊക്കെ എന്താ പറയുക, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്ലോട്ട് സെറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയയൊക്കെയാണ്. പുള്ളി അത് ഗംഭീരമായി ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനകത്തൊരു മെയിനായിട്ട് അപ്രീസിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു പ്ലോട്ടും അതുപോലെ ഇതിൻ്റെ പെർഫോമൻസും. പ്ലോട്ട് കിടിലം പ്ലോട്ടാണ്. ഒരു ഫാൻറ്റസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള പ്ലോട്ടാണ്. ഒരു കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ഭയങ്കര പരിപാടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പ്ലോട്ടിനെ ബാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസാണ്. പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സന്ദീപിന് തന്നെയാണ്. അത്രയ്ക്കും എന്താ പറയുക, ഒരു 3-4 സിനിമകൾ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ അത്രയ്ക്കും കിടുവായി ചെയ്യുന്നുള്ളൂ. അത്ര ഹെവി ആയിട്ടുള്ള റോളാണ് അത്. പുള്ളി അന്യായമായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ദെൻ അതുപോലെ തന്നെയാണ് ഷറഫുദ്ദീൻ ഓഫ് കോഴ്സ് പ്രേമത്ത് മുതൽ ഇങ്ങോട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പുള്ളി ഒരുപാട് കിട്ടില്ല പെർഫോമൻസ് ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ പുള്ളി ഇതിനകത്ത് അന്യായമാണ്. അന്യായം പറയേണ്ടി, കാരണം ചിരിപ്പിക്കുകയും അല്ലാതെ എല്ലാ തരത്തിലും പുള്ളി കിടുവായി ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറും കൂടാണ്. സുരാജ് ഏട്ടൻ നമുക്ക് അറിയാം, കാരണം പുള്ളി എന്ത് കൊടുത്താലും ചെയ്യുന്ന ഒരു ആക്ടറാണ്. സോ പുള്ളി ഇതിനകത്ത് കിടുവാണ്. അങ്ങനെ പെർഫോമൻസ് വൈസ് ബാക്കി സ്ക്രീനിലെത്തി എല്ലാവരും, ഈ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ സിനിമയിൽ മെയിൻ ആയിട്ട് വരുന്നത്, അവർക്ക് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻറ്റയർലി ഒരു ഫൺ റൈഡാണ്. ബട്ട് സ്റ്റിൽ ഒരു കിടിലം പ്ലോട്ടുണ്ട്, കിടിലനായിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട്. അപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു മികച്ച സിനിമ കൂടെയാണ്.